ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ടും സഹകരണമൊക്കെ നിങ്ങളെ സമയങ്ങൾ പോലെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ടിരിക്കലൊന്നും നടക്കൂല എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നാലും സമയമൊക്കെ കിട്ടുമ്പോഴാണെങ്കിലും നമുക്കൊരു വ്യൂ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പോലും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മളെ എലക്ഷൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ വോട്ടിൻ്റെ അന്നത്തേതാണ്. അപ്പോൾ ഞാൻ രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പെരും തണുപ്പ് എന്ന് പറഞ്ഞാൽ പെരും തണുപ്പാണ്. എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവർക്കും തണുപ്പുണ്ട്. പക്ഷെ നമ്മളെ പുരയിൽ വല്ലാത്തൊരു തണുപ്പാണ്. വരുന്നവരും അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഓരൊക്കെ വീട്ടിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ തണുപ്പാണ് നമ്മളെവിടെ നിന്നാണ് പറയുന്നത്. ഷെഡായത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. ഷീറ്റിനൊക്കെ തണുപ്പ് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര തണുപ്പാണല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും സ്കൂളും മദർസും ഒന്നും ഇല്ലേം താനും ഞാൻ സാധാരണ ഒരു എണീക്കണ പോലെ തന്നെ ഞാൻ എണീച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് നമ്മൾ പോകാൻ ചോദിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെയിലൊക്കെ അരച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി, പുട്ട് ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടിയൊന്ന് കുഴച്ച് വെച്ചു. അതുപോലെ തന്നെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പുട്ടും കടലയാണ് ഇന്ന് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കടല ഒന്ന് കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുട്ടൊന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ പോയി കിടക്കൽ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്നാലും ഞാൻ കുറച്ച് നേരം ഒന്ന് ഫോൺ നോക്കിയതാ. ഈ ഒരു ചായ, ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള കട്ടൻ ചായ എടുത്ത് കുറച്ച് മിച്ചറും എടുത്തിട്ട് ഒരു ഇരുത്തുണ്ട് കേട്ടോ. ഒരു പലകേമൽ ഞാസിമോൻ ആ വാഷിംഗ് മെഷീൻ്റെ അവിടെ ഇരിക്കണ ഒരു പലകല്ലേ, അവിടെ പോയി ഒരു ഇരുത്തുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. ആ ഒരു സമയത്താണ് ഞാൻ അധികം നമ്മളെ വീഡിയോൻ്റെ വ്യൂവും കാര്യങ്ങളും അതുപോലെ കമൻറ്റിനൊക്കെ ഉള്ള റിപ്ലൈ അയക്കലും ഒക്കെ ചെയ്യലും അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ഫോൺ എടുത്തിരിക്കണ ആ ഒരു സമയത്താണ്. അങ്ങനെ ഞാനിതാ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങോട്ട് എണീച്ചാണ്. നാസിമോനൊക്കെ ഇതായി നല്ലൊരു തണുപ്പുമാണ്. ഓനൊക്കെ ഇതാട്ടോ പുതപ്പും പോയിച്ച് അവിടെ കിടന്നുറങ്ങിയാൽ പോരെ. നേരത്തെ തന്നെ അങ്ങോട്ട് എണീച്ച് വന്നിട്ട് ഓൻ്റെ സ്ഥലം പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ വേഗം ഒന്ന് കറിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. പിന്നെ കുട്ടികളൊക്കെ എണീച്ച് വരുമ്പോഴത്തേക്കും ചായ കുടിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ടോ. എല്ലാം വിചാരണകൾ മാത്രമാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ പിന്നെ നല്ല തിരക്കാണെന്ന് പറഞ്ഞ് അധികം ദൂരത്ത് പോകാനൊന്നുമില്ല. നമുക്ക് നമ്മളെ സ്കൂൾ ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് സ്കൂളുള്ളത്. അപ്പം അവിടെ തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും എല്ലാ പണികളും തീർത്ത് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിതാ വേഗം ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചായയും കടിയും മാത്രം ആക്കിയാൽ മതി. ചോറും കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നമ്മളെ പാർട്ടീൻ്റെ വക നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട്. അതാക്കുന്നത് നമ്മളെ തറവാട്ടിൽ നിന്നാണ്. താഴെ തറവാട്ടിൽ നിന്ന് അവർ ആക്കിയിട്ട് അനിയനും പിന്നെ ചെക്കന്മാരും അവരെല്ലാവരും കൂടെ ഒക്കെ ആക്കിയിട്ട് പിന്നെ മേലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകലാണ്. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് തറവാട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളെ വീഡിയോയും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഞാനൊരു കോപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തന് ഇതവിടെ ചോറ് തിന്നണ പോലെയാണ് മിച്ചർ വാരി തിന്നണതേ. പിന്നെ ഞാനിതാ കറിയൊന്ന് വറവിടുന്നുണ്ട്. പിന്നെ കുറച്ച് കടല ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാലയും കൂടെ ആ ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് നമ്മളെ കടല കറിയും അരച്ചതും എല്ലാം കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. ഒന്ന് തിളച്ച് വന്നാൽ കടലക്കറി അവിടെ സെറ്റായിക്കോളൂ കേട്ടോ. ഈ കടലക്കറിയും പുട്ടും ഒരു കോമ്പിനേഷൻ എന്നുള്ള പറച്ചിലാണ്. പക്ഷെ ഞമ്മക്കാർക്കും അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പുട്ടിന് ഇവിടെ എല്ലാവർക്കും ഒന്നെങ്കിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കറി കൂട്ടി തിന്നാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ കുട്ടികളെ മാതിരി ഞാനും പുട്ട് നല്ല ചൂടുള്ള പുട്ടിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഇന്നെന്തായാലും ഞങ്ങൾ കടലക്കറിയും പുട്ടൊക്കെ തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ട് ചൂടാനുള്ള പരിപാടി നോക്കട്ടെ. നാസിമോനാണെങ്കിൽ ഞാനിവിടെ ഒരു പണിയെടുക്കുന്ന നേരത്ത് ഓനക്ക് അത് നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും കമൻറ്റ് വരുത്തുന്നുണ്ട് എനിക്ക് കുട്ടീനെ അവിടെ അങ്ങനെ ഇരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട്.
ഞാൻ അങ്ങനെ ഓനെ അവിടെ ആക്കിയിട്ട് അടുപ്പ് കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴായാലും അല്ലെങ്കിലും ഓനെ അതിൻ്റെ മേലെ കയറ്റി ഇരുത്തിയിട്ടൊന്നും ഞാൻ അപ്പുറത്തേക്കൊന്നും പോവലൊന്നുമില്ല കേട്ടോ. ഞാൻ അടുത്തുള്ള സമയത്ത് മാത്രം ആ മേശമേൽ അങ്ങനെ ഇരുത്തുക എന്നല്ലാതെ. അങ്ങനെ ഇതാ കറി ആയിട്ടുണ്ട്. നമ്മളെ പുട്ടും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാം കൂടെ മേലെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, റോഡിൻ്റെ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഈ ബൂത്ത് എന്താണ് കുറേ അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കുറേ കൊടി ഉണ്ടാവും, അതും ഇതും. ഇലക്ഷൻ പ്രമാണിച്ച് റോഡ് മുഴുവനും നിറച്ചു ആൾക്കാരാണ്. അതിൻ്റെ ഓരോരോ പരിപാടിയും അതും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ അയിലയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ തൊട്ട മേലെ തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാനും ഇപ്പോൾ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. ഇവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് വേണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴെ തറവാട്ടിലേക്ക് പോകാൻ. അവിടുന്ന് ചോറൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് സ്കൂളിലേക്ക് അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടലക്കറിയും പിന്നെ തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോന്നിലേക്കൊക്കെ ഒഴിവാക്കി ഞാനെല്ലാം ഒതുക്കി പെറുക്കി എത്തിയിട്ടുണ്ട് കേട്ടോ. അടുക്കളയാണ് പിന്നെ കുറച്ച് റിസ്ക്. പിന്നെ പുട്ട് ചുട്ടും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള മൊത്തം പുട്ടായിരിക്കും കേട്ടോ. മേശമേലും ഗ്യാസുമേലും എല്ലായിടത്തും. നമ്മളെല്ലാ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പിന്നെ എല്ലായിടത്തും പരത്തി ഇതാക്കിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുക. വേറെയുള്ള കടികൾ പോലെ അല്ലല്ലോ ഇത്, പൊടി പോലെ ആയതുകൊണ്ടേ എല്ലായിടത്തും പെരങ്ങുമല്ലോ. അങ്ങനെ ഞാനിതാ എൻ്റെ എല്ലാ പണികളും തീർത്തു. ഞാനും നാസിമോനും കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ താഴേക്ക് പോവുകയാണ് കേട്ടോ, തറവാട്ടിലേക്ക് പോവുകയാണ്. തറവാടിൻ്റെ മുറ്റം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിയനാണ്, ഓന് കറിയാക്കുകയാണ് കേട്ടോ. ഓനക്ക് ഇന്ന് ട്രിപ്പ് പോകാനുണ്ട്. അപ്പം പിന്നെ ഓനക്ക് കൊണ്ടുപോകാനുള്ളതാക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇതാ റെഡിയാക്കി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും എല്ലാവരും വന്നു കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ തറവാട്. മുറ്റത്തു നിന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ വണ്ടി വന്നിട്ടുണ്ട്. ഫുഡ് നേരത്തെ മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അനിയന് ഇങ്ങനെ പാക്കേജ് ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ ഓൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഇതാ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒക്കെ റെഡിയായി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയതിൻ്റെ ശേഷം ഇതാ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായത്. ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അതാ സ്കൂളിൽ ഓരോരോ പാർക്കിൻ്റെയും കാര്യങ്ങളും പണിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ മക്കൾ ഒരു ഭാഗത്ത് അങ്ങനെ കളിച്ചു. ഞങ്ങൾ പോയി വേഗം ഓട്ടൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം പിന്നെ ഒന്ന് മേലെ കഥ പറഞ്ഞ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിതാ നേരെ നമ്മളെ പുരയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.